ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന ക്ഷേത്ര വാർഷിക മഹോത്സവം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ പുരോഗമിക്കുകയാണ്. അമ്മയെ കാണുന്നതിനും അനുഗ്രഹം വാങ്ങുന്നതിനുമായി ആയിരങ്ങളാണ് ബ്രഹ്മസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. ഇന്നും നാളെയുമാണ് അമ്മ കൊച്ചിയിൽ ഉള്ളത്. അവിടെ നിന്നും കിരൺകുമാർ ചേരുന്നുണ്ട്. കിരൺ, എങ്ങനെ പുരോഗമിക്കുന്നു ദർശനം? രാവിലെ മുതൽ ആരംഭിച്ച ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ ബ്രഹ്മസ്ഥാന മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ അമ്മയുടെ സാന്നിധ്യത്തോടുകൂടി തന്നെ ആരംഭിച്ച ഈ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഭക്തർക്ക് ഇപ്പോഴും ദർശനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഭക്തരാണ് ഇതിനോടകം തന്നെ അമ്മയുടെ ദർശനം തേടുന്നതിന് വേണ്ടി, ദർശനം ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. വിപുലമായിട്ടുള്ളൊരു സജ്ജീകരണം തന്നെ ഈ ദർശനം നൽകുന്ന ദർശനം ആഗ്രഹിച്ചെത്തുന്ന ഭക്തർക്ക് ദർശനം കിട്ടുന്നതിന് വേണ്ടിയും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ടോക്കൺ അടക്കമുള്ള ഒരു സംവിധാനത്തോടു കൂടി തന്നെയാണ് ദർശനത്തിന് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും ഈ അമ്മയുടെ ദർശനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നടന്ന ചടങ്ങുകൾ, പ്രത്യേക ചടങ്ങുകളോടുകൂടി തന്നെയാണ് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൻ്റെ ഇന്നത്തെ ദിവസം ആരംഭിച്ചത്. 2 ദിവസങ്ങളിലായിട്ടാണ്, ഇന്നും നാളെയുമായിട്ടാണ് കൊച്ചിയിലെ ബ്രഹ്മസ്ഥാന മഹോത്സവം നടക്കുന്നത്. ഇതിൽ ഇന്നത്തെ ദിവസം നിരവധി പ്രമുഖരടക്കം ഈ രാവിലെ നടന്ന ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തു. ജില്ലാ കളക്ടർ ജി പ്രിയങ്കയും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കുകയും പിന്നീട് അമ്മയുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. അതിനുശേഷം ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സുവനീറിൻ്റെ പ്രകാശനവും നടന്നു. സാഹിത്യകാരനായിട്ടുള്ള സി രാധാകൃഷ്ണനാണ് ഈ പുസ്തകത്തിൻ്റെ, ഈ സുവനീറിൻ്റെ പ്രകാശനം നടത്തിയത്. അതിനുശേഷം അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം ഉണ്ടായിരുന്നു. പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ച് ചേർന്ന് പോകുന്നതിൻ്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതായിരുന്നു അമ്മയുടെ പ്രഭാഷണം. അമ്മയുടെ പ്രഭാഷണത്തിന് ശേഷം പിന്നീട് ദർശനങ്ങളായിരുന്നു. ഏതായാലും ഇപ്പോഴും ഈ ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയും ഈ ചടങ്ങുകൾ ഉണ്ടാകും. നാളെ രാവിലെ 7 മണിക്ക് നടക്കുന്ന ശനിദോഷ നിവാരണ പൂജയോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങുന്നത്. ഏതായാലും അതിനുശേഷം നിരവധി പ്രമുഖരടക്കം അമ്മയുടെ അനുഗ്രഹം തേടി, അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായിട്ട് ഇങ്ങോട്ട് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന ക്ഷേത്ര വാർഷിക മഹോത്സവം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അമ്മയെ കാണുന്നതിനും അനുഗ്രഹം വാങ്ങുന്നതിനുമായി ആയിരങ്ങളാണ് ബ്രഹ്മസ്ഥാനത്തേക്ക് എത്തുന്നത്. ഇന്നും നാളെയുമാണ് അമ്മ കൊച്ചിയിലുള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കിരൺകുമാർ.